ഇന്ന് ചടപടയുന്ന ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വീട്ടിലെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വെറും ഗാർഡനല്ല, ഒരു അടിപൊളി ഒരു പൂമരമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ഒരു ഭിത്തിമേലിരിക്കുന്ന എല്ലാ ചെടികളും മാറ്റിയെടുക്കാം. അതിനുശേഷം താഴത്തും കുറേ ചെടികൾ ഇരിപ്പുണ്ട്, എല്ലാത്തിനെയും തൂത്തുവാരി കളയാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പയ്യെ പറിച്ചെടുത്താൽ മതി. കുറച്ച് സ്പീഡിൽ നിന്ന് കാണിച്ചു തരാം, കാരണം ഒരുപാട് സമയമെടുത്ത് എഫേർട്ടോട് കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനെ മാനിക്കണം. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റ് കൂടെ ഇട്ടിട്ടേ പോകാവൂ. അങ്ങനെ ആ ഒരു ഭിത്തിമേലിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ തറയിലിരിക്കുന്ന ചെടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് തൂത്തുവാരി ഇട്ടിട്ട് തന്നെ പോവാം. അപ്പോൾ നിലത്ത് കുറച്ച് പെന്നിവേട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെടികളൊന്നും കളയുന്ന ശീലമില്ല, ഇഷ്ടമല്ല അത്. അങ്ങനെ ആ ചെടികൾ ആ പെന്നിവേട്ടിനെ കൂടെ ഒരു ചട്ടിയിലാക്കിയിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ബാക്കി ഒന്ന് ആ ഒരു സ്ഥലം മൊത്തം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മെനയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ബാക്കി വന്നിരുന്ന പെയിൻ്റ് ആയിരുന്നു ബ്ലൂ കളർ. ബ്ലൂ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം സ്കൈയുടെ ഒരു കളർ ആയതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ വിചാരിച്ച എത്ര എളുപ്പമല്ല ഈ ഒരു ഹോളുള്ള ഈ ഒരു താബൂക്ക് കട്ടയുടെ മേലിലും പെയിൻറ്റ് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അങ്ങനെ സമയമെടുത്ത് തന്നെയാണ് പെയിൻറ്റ് ചെയ്തത്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഏതാണ്ട് കംപ്ലീറ്റ് ആവാറായപ്പോഴേക്കും തന്നെ വൈകിട്ട് തുടങ്ങിയ പരിപാടിയായിരുന്നു, രാത്രി ആവാറായി. ഏകദേശമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇരുട്ട് കയറി. ഇപ്പോൾ അതേ രാവിലത്തെ വ്യൂ ഇതാണ്. നല്ല ഭംഗിയുണ്ട്. ഏകദേശം നേരത്തെ ഇരുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ വാപ്പായ പതപ്പിച്ച് സോപ്പിട്ടെടുത്തിട്ട് ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് കൂടെ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തടിയുടെ കളർ ബ്രൗൺ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ റെഡോ മെറൂൺ കളറോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രൗൺ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണൊരു അമളി പറ്റിയത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ടിന്ന് പൊട്ടിച്ച ഉടനെ വരയ്ക്കാനുള്ള ആക്രാന്തം മൂത്തിട്ടങ്ങ് അടിച്ചു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് കളറായിപ്പോയി. നന്നായിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പെയിൻറ്റ് ചെയ്യാവൂ. പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോണേ. പെയിൻറ്റ് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മരം വരച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഇങ്ങനെ പറയുന്നത്, പെയിൻറ്റ് ചെയ്യുമ്പോഴേക്കും പെയിൻറ്റ് ടിന്ന് പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ തെളിച്ചമില്ലാതെ പോയത്. അങ്ങനെ വീണ്ടും ഒരു കോട്ടും കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ആ കാര്യം. ഇനി ഈ മരത്തിൻ്റെ മേളിൽ നല്ല ഭംഗിയുള്ള ചെടികളും കൂടെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചെടി വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒന്നേലും നമുക്ക് ഡ്രില്ലർ ഉണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഡ്രില്ലറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പമുള്ള പണി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിക്കകത്തേക്ക് ഒരു ആണി വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഒരു ആണി തിരിച്ചുവിടണം. അപ്പോൾ അവിടെ ഒരു ഹോളാവും. ആ ഒരു ഹോളിലൂടെ ആണി കയറ്റി നമുക്ക് ആ ഭിത്തിമേൽ അടിച്ചുറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചെടിയുടെ മണ്ണ് വരുന്ന ഭാഗത്തിനകത്തൂടെ ആണി കയറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചു വെച്ച് കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ അതിനകത്ത് ഫിക്സ് ആയിക്കോളും. താബൂക്ക് കട്ടയും കൂടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആണി കയറും. അപ്പോൾ ഇത് ഇതുപോലെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഇതുപോലെ ആണി അടിക്കാൻ പറ്റുന്ന ചട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ആണി അടിച്ച് തന്നെ വെക്കുക. അതാണ് കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. ഇനി വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ആണി തീരെ കയറാത്ത ചട്ടികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ സൂചി ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആണി കയറിക്കോളും. പിന്നെ നമ്മൾ തന്നെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ഹോളിനകത്തൂടെ ആ ചട്ടിക്കുള്ളിലൂടെ പുറത്തേക്ക് ആണി അടിച്ച് കയറ്റുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുമരിലേക്ക് വെച്ചിട്ട് ഏറ്റവും ചെറിയ ചുറ്റിയിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. കാരണം ചെടി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആണി അടിക്കാൻ കുറച്ച് പാടായിട്ട് തോന്നും. അപ്പോൾ ഈ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. ഉറപ്പായിട്ട് ഞാൻ മറുപടി തരുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ചട്ടികൾ ഇതുപോലെ നമുക്ക് പതിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ അതേ മഴയായ അർത്ഥം ബാക്കി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ബാക്കി കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ മഴ കഴിഞ്ഞ് നമുക്ക് മാക്സിമം ചെടികൾ അതിനകത്ത് ആ ഒരു ചില്ല തീരുന്ന ഭാഗത്തോ ചില്ല തുടങ്ങുന്ന ഭാഗത്തോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പണി കഴിഞ്ഞ ഒരു ദീർഘവിശ്വാസത്തോടു കൂടി നിൽക്കുമ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്.
കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ നമ്മുടെ മരം കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു ആശാൻ കിടപ്പുണ്ട്. നമ്മുടെ ഹാങ്ങിങ് കൊക്കെഡാമാസ് ആണ്. അപ്പോൾ ഇവരെ കൂടെ ഒന്ന് മാറ്റിയിടാം. അപ്പോൾ കൊക്കെഡാമയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ 1.5 കൊല്ലത്തിന് മുൻപെങ്ങാണ്ട് ഞാൻ ചെയ്തൊരു ഇതായിരുന്നു. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതേ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. നമ്മുടെ ചെടികളിൽ ആദ്യം വെച്ചിരിക്കുന്നത് പെപ്പറോമിയാസ് ആണ്. പിന്നെ എപ്പീഷ്യാസ്, സിങ്കോണിയം. എപ്പീഷ്യ തന്നെ ഒരുപാട് ടൈപ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോൾക്കാ ഡോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് ലേഡിയും, ഇതുപോലെ മിനിയേച്ചർ കോളിയസും ഫിലോഡെൻഡ്രോൺസും, അങ്ങനെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി പ്ലാന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ ഒരു മരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവരെയും ഒന്ന് കണ്ടുവയ്ക്കാം. ഈ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി എപ്പീഷ്യ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അവർക്കാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉള്ളത്. അവരുടെ ലീവ്സിൻ്റെ ഒരു ഭംഗി കൂടി ആയതുകൊണ്ടാണ് ആ പ്ലാന്റ് ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് മുൻപ് എങ്ങനെയായിരുന്നു ഇവിടെ ഇരുന്നതെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിടന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മരമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഒരുപാട് കണ്ടൻറ്റ്സ് ഇതുപോലെ ഇനി വരാനുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.